CMRL മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കി CPIM. എക്സാലോജിക് അന്വേഷണം തെരഞ്ഞെടുപ്പിലേക്കുള്ള കേളികൊട്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയെ അപഹസിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുകയാണെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും പ്രതികരിച്ചു. കരിമണൽ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ മുഖ്യമന്ത്രിയും CPIM-ഉം കൂടുതൽ പ്രതിരോധത്തിലാണ്. അന്വേഷണം രാഷ്ട്രീയപ്രേരിതമാണെന്നും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ആക്രമിക്കാനുള്ള നീക്കമാണെന്നുമുള്ള വാദമുയർത്തിയാണ് ചെറുത്തുനിൽപ്പ്. നിയമപരമായിട്ട് ചെയ്ത നടപടികൾക്കെതിരെ അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു നിലപാടാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ കേളിക്കുട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്നു ആരോപിച്ച് പാർട്ടി നേതൃത്വം ഇരവാദവും ഉയർത്തുന്നുണ്ട്. ഇതൊരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു, അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? വേട്ടയാടുകയാണോ? ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത്, ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ അവർ ചെയ്ത തെറ്റ്? പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ മാത്രം സംരക്ഷണമൊരുക്കുന്ന പാർട്ടി കോടിയേരി ബാലകൃഷ്ണൻ മകൻ ജയിലിലായപ്പോൾ എന്തുകൊണ്ട് പ്രതിരോധിച്ചില്ലെന്ന ചോദ്യത്തിന് ഇതായിരുന്നു നേതൃത്വത്തിന്റെ പ്രതികരണം. രണ്ടും രണ്ടാണെന്ന് കോടിയേരി തന്നെ പറഞ്ഞത്. എൻ്റെ മകൻ എന്ന രീതിയിൽ ഒരു ആനുകൂല്യവും പാർട്ടി എന്ന രീതിയിലോ ഞാനെന്ന രീതിയിലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള നിലപാടാണ് അന്ന് എടുത്തത്. CMRലെ സർക്കാരിന്റെ ഓഹരി നിക്ഷേപം നടന്നത് 1995-ലാണ്. 75 കമ്പനികൾ കൂടി സർക്കാരിന് ഇത്തരം നിക്ഷേപമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി KSIDCക്ക് നേരെ ഉയർന്ന ആക്ഷേപങ്ങളെയും CPIM പ്രതിരോധിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.